സംസ്ഥാനത്ത് ബുധനാഴ്ച സ്വകാര്യ ബസ് പണിമുടക്ക് പ്രഖ്യാപിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കിയതോടെ യാത്രക്കാരില്ലാതെ സ്വകാര്യ ബസ്സുടമകൾ വലയുകയാണ്. നഷ്ടക്കണക്കുകൾ നിരത്തി ഇതിനോടകം പല ജില്ലകളിലും സൂചനാ സമരങ്ങൾ നടത്തിക്കഴിഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ച നികുതി ഇളവ് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ സമരം കടുപ്പിക്കുകയാണ് ബസ്സുടമകൾ. അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ബസ്സുടമകൾ നീങ്ങിയാൽ അത് മലയോര മേഖലകളിലും ഉൾനാടൻ ഗ്രാമങ്ങളിലും യാത്രക്കാരെ വലയ്ക്കും. തിരുവനന്തപുരം പോലെ അപൂർവം ജില്ലകളിലാണ് പൊതുഗതാഗത സംവിധാനത്തിൽ സ്വകാര്യ ബസ്സുകളെക്കാൾ KSRTCയെ ജനം ആശ്രയിക്കുന്നത്. മറ്റു ജില്ലകളിൽ സ്വകാര്യ ബസ് സർവീസുകളില്ലെങ്കിൽ ജനം വഴിയിലാകും. ദിനം പ്രതി സർവീസ് നടത്താനുള്ള ഡീസൽ അടിക്കാനുള്ള പണം പോലും വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെ വാദം. സ്വകാര്യ ബസ്സുകളുടെ വരുമാനം സാരമായി കുറഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് പ്രഖ്യാപനം. പ്രതിദിനം 2000 മുതൽ 5000 രൂപ വരെ നഷ്ടമാണ് ഓരോ ബസ്സിനും നേരിടുന്നതെന്ന് വിവിധ സംഘടനകൾ ആരോപിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. സൗജന്യ യാത്ര വിദ്യാർത്ഥികൾക്കും 65 വയസ്സിന് മുകളിലുള്ള സ്ത്രീ പുരുഷന്മാർക്കും മാത്രം നൽകണം. 50% ഡീസൽ സബ്സിഡി അനുവദിക്കണം. റോഡ് നികുതി പൂർണ്ണമായും ഒഴിവാക്കണം. ഇന്റർസ്റ്റേറ്റ് ടൗൺ ടു ടൗൺ ബസ്സുകളിൽ സൗജന്യ യാത്ര ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരം ചെയ്യുന്ന സ്വകാര്യ ബസ്സുടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിരന്തരം ആവശ്യങ്ങൾ പറഞ്ഞിട്ടും സൂചനാ സമരം നടത്തിയിട്ടും സർക്കാർ ഇടപെടാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന വ്യാപകമായി ബുധനാഴ്ച സ്വകാര്യ ബസ് പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.